അങ്ങനെ ആട് 3 ഫിലിം കണ്ടിരിക്കുകയാണ്. എനിക്കൊരു ആവറേജ് ഫിലിമായിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞാല് ക്യാരക്ടേഴ്സിന്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്റ്റോറി ബിൽഡിംഗ് ആയിരുന്നു. പക്ഷെ അത് അത്യാവശ്യം ലാഗ് എനിക്ക് ഫീൽ ചെയ്തു. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു. പൊതുവെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ധർമ്മജനൊക്കെ വാ തുറക്കുന്നതേ ഒരു കോമഡിയിലോട്ടാണ് പോകുന്നത്. പക്ഷെ രസമുണ്ട് കണ്ടിരിക്കാം. ഡ്യൂഡ് ഒരു സംഭവമാണ് ഇതിനകത്ത്. ഡ്യൂഡ് അങ്ങ് പക്ക എന്റർടൈനർ ആണ് അതിനകത്ത്. ടോട്ടലി ഫിലിം നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട്. ക്ലൈമാക്സ് ഒരു രക്ഷയില്ല. ഇനി സെക്കൻഡ് പാർട്ടിലാണ് ഇതിന്റെ പരിപാടികൾ ഇരിക്കുന്നത്. അത് ഇനി എങ്ങനെ ഇവരിതിനെ കൊണ്ടുപോയി എൻഡ് ചെയ്യിപ്പിക്കും എന്നുള്ള ഒരു ഭയങ്കരമായ എക്സൈറ്റ്മെന്റ് ആണ്. ഒരു പീക്കിലാണ് ഇത് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഒരു മദാമയുണ്ട്. പുള്ളിക്കാരിയുടെ ഒരു ഫൈറ്റും ഒരു സ്വാഗൊക്കെ ഒരു രക്ഷയില്ല ട്ടോ. നെഗറ്റീവ് റോളാണ്. പക്ഷെ കിടിലം. കിടുകിടിലം ഫൈറ്റൊക്കെ എന്തൊരു സ്വാഗാണ് അവരുടേത്. അതാരാ അത് എനിക്കറിയില്ല അതാരാണ്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ആണ് ഫസ്റ്റ് സെക്കൻഡുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ജോണറുമായിട്ട് ഫസ്റ്റ് ഹാഫിനെ വേണമെങ്കിൽ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് ബന്ധപ്പെടുത്താം. പക്ഷെ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്ക് അത് വേറെ റേഞ്ചിലേക്ക് പോവുകയാണ്. പിന്നെ ടൈം ട്രാവൽ ആണെങ്കിൽ ഇത് അത്ര സീരിയസ് പടമൊന്നും അല്ല. ഇതൊരു പഴയ നമ്മളെ ആടിന്റെ ഒരു രീതിയിലുള്ള ആ ഒരു ജോണറിലുള്ള കോമഡി ഫിലിം തന്നെയാണ്. പക്ഷെ അതിനകത്ത് കുറച്ച് സീരിയസ് കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആ സീരിയസിനെ ഒരു കോമഡി ആക്കിയാണ് ഇവർ കാണിച്ചിരിക്കുന്നത്.